My students, next topic is three-address code of for loop. For loop in problem തന്നിട്ടുണ്ട്. ഇതിന് corresponding three-address code എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. Question: x equal to 10, y equal to 15, s equal to 10. ഇത് മൂന്നും അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. മൂന്ന് വേരിയബിളിലേക്ക് വാല്യൂസിനെ അസൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് for I equal to 1 to 10, do z equal to x plus y, s equal to s plus I. For loop start ചെയ്യുന്നത് I equal to 1 മുതൽ 10 വരെയാണ് ചെയ്യുന്നത്. അതായത് I equal to 1 തൊട്ട് 10 ഈക്വൽ ഇൻക്ലൂഡഡ് അല്ല, മീൻസ് 10നേക്കാൾ തൊട്ട് താഴെ വെച്ചിട്ടാണ് ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത് സെഡിലേക്ക് എക്സ് പ്ലസ് 5 ഇൻക്രിമെൻറ്റ് ചെയ്തു, ആഡ് ചെയ്തിട്ട് അസൈൻ ചെയ്തു. എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എസ് പ്ലസ് ഐ ആഡ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ത്രീ അഡ്രസ് കോഡ് എഴുതാൻ നമുക്ക് നോക്കാം. മുന്നത്തെ ലെക്ചേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ ത്രീ അഡ്രസ് കോഡിൽ നമുക്ക് എഴുതാം. എക്സിലേക്ക് 10 അസൈൻ ചെയ്തു, വൈയിലേക്ക് 15 അസൈൻ ചെയ്തു, എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 10 അസൈൻ ചെയ്തു. ഇനി ഫോർ ലൂപ്പ് എഴുതുമ്പോൾ നമുക്കറിയാം, ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ പാർട്ടിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് I equal to 1. ഹിയർ 1 വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാണ്. വൺസ് അത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം കണ്ടീഷൻ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് വേറെ തന്നെയാണ് ഐയിലേക്ക് 1 അസൈൻ ചെയ്തത്. ഇനി I equal to 1 മുതൽ 10 വരെ, അതായത് 10 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ എക്സിറ്റ് ആവും. 10 വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർ ലൂപ്പിന് ഞാൻ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്. ഈഫ് I ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, അതായത് 10നോ അതിൽ മേലെയോ വന്നു കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിന് നമുക്ക് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലത്തെ ഇഫ് കണ്ടീഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. I ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ദെൻ എക്സിറ്റ്. ആ ഫോർ ലൂപ്പിന് എക്സിറ്റ് ആവാം. സോ അതുകൊണ്ട് L2 എന്ന് പറഞ്ഞ ലാബിൽ ഞാൻ അസൈൻ ചെയ്തു. ഇനി ഇതല്ല എങ്കിൽ ചെയ്യേണ്ട ഫോർ ലൂപ്പ് ബോഡിയിൽ വരുന്ന ഈ കോഡ് അതിനെങ്ങനെയാണ്, ഇതാണ് നമ്മുടെ കോഡ് പ്രോഗ്രാം കോഡ്. ഇതിനെങ്ങനെയാണ് ഞാൻ അതിൻ്റെ ത്രീ അഡ്രസ് കോഡ് ആക്കിയെന്നുള്ളത് നമുക്കറിയാം. എക്സ് പ്ലസ് വൈ ആഡ് ചെയ്തിട്ട് ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ ടെമ്പററി വേരിയബിളത്തെ വാല്യൂ ഇസഡിലേക്ക് സ്റ്റോർ ചെയ്യണം. അത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. T1 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, സെഡ് ഈക്വൽ ടു T1, പിന്നെ എസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ എന്ന് പറയുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യണം. സോ T2 ഈക്വൽ ടു എസ് പ്ലസ് ഐ, എസ് ഈക്വൽ ടു T2. ഇത്രയായപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ബോഡി കഴിഞ്ഞു. പക്ഷേ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് റൺ ചെയ്യുന്നത് ഓരോ തവണ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. T3യിലേക്ക് I+1 ആഡ് ചെയ്തു, ദെൻ ഐയിലേക്ക് T3 സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് വീണ്ടും ഈ ഫോർ ലൂപ്പിൻ്റെ ഇത് റിപ്പീറ്റേഷനാണ്, അതായത് വീണ്ടും നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജമ്പ് ടു L1 നൽകണം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗോ ടു L1, ദെൻ റിമൈനിങ് പോർഷൻ കോഡാണ് L2, അതായത് ഫോർ ലൂപ്പ് എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ എഴുതേണ്ട പോർഷനാണ് L2. അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ വന്നാലാണ് ഫോർ ലൂപ്പ് എക്സിറ്റ് ആവുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ ദെൻ L2 എന്നർത്ഥം ഫോർ ലൂപ്പിന് എക്സിറ്റ് ആയിട്ട് L2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫോർ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ ലൂപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ തന്നിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഒന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ എഴുതി. ഫോർ ലൂപ്പ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫോർ ലൂപ്പ് എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, 1 എന്ന് ആദ്യം ഐയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെ, 10 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല, 10 ആയിക്കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആവും ആണെങ്കിൽ ഈ പ്രോഗ്രാമാണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ മുന്നേ കൊടുത്ത അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. x equal to 10, y equal to 15, s equal to 10. ഇനി I equal to 1 എന്ന് പറയുന്നത് ഇനീഷ്യലൈസിങ്. അത് ഫോർ ലൂപ്പിൽ നമുക്കറിയാം ആദ്യം ഇനീഷ്യലൈസേഷൻ പാർട്ടാണ്. ഫോർ I equal to 1 നിങ്ങൾക്ക് ഏകദേശം ആ പാർട്ടാണ് ഞാൻ ആദ്യം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ തവണ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രിമെൻറ്റ് ആണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ I equal to 1 ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കറിയാം ഫോർ ലൂപ്പ് എക്സിറ്റ് ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. തിരിച്ചു ആവാം. അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈക്വൽ ടു കുറയ്ക്കണം കേട്ടോ. ചില ഫോർ ലൂപ്പിൽ ഈക്വൽ ടു വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അത് നിങ്ങൾ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ കഴിഞ്ഞിട്ടുള്ള ഇഫ് കണ്ടീഷൻ പോലെ ഇരിക്കും, ചെക്കിംഗ് കണ്ടീഷൻ പോലെ ഇരിക്കും ഫോർ ലൂപ്പിൻ്റെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇവിടെയും മാറ്റം വരുത്തണം. ഇപ്പോൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈക്വൽ ടു ആഡ് ചെയ്തിരിക്കുന്നത്. ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ദെൻ L2. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 10നേക്കാൾ ഈക്വലോ ഗ്രേറ്ററോ ആയി കഴിഞ്ഞാൽ ഈ കോഡ് സ്കിപ്പ് ചെയ്തിട്ട് L2ലേക്ക് ജമ്പ് ചെയ്യും. അതായത് നമ്മൾ ഫോർ ലൂപ്പ് സ്കിപ്പ് ചെയ്യും. ഇനി ഇതൊരു ലൂപ്പിംഗ് കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും കോഡാണ് റൺ ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഐ എന്ന് പറയുന്ന വാരിയബിളിന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഈക്വൽ ടു 1 ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഐയിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട് ഐ. ഇനി ഇത് ലൂപ്പായിട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് ഗോ ടു L1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗോ ടു L1 അതല്ലെങ്കിൽ L2. ഇതാണ് 3 അഡ്രസ് കോഡ് ഫോർ എ ഫോർ ലൂപ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ എങ്ങനെ അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ട് ലാബൽസ് യൂസ് ചെയ്യാതെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ട് എഴുതുന്നത് നോക്കാം. നമ്മൾ മുന്നത്തെ ലെക്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അഡ്രസ് നമ്പർ പോലെ കൊടുത്തിരിക്കുകയാണ്. 100 വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് 100, 101, 102 അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാബിൽ വരുന്ന സമയത്ത് ആ സ്ഥലത്ത് ലാബിലല്ല ചൂസ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ലാബിൽ പകരം അതിവിടെയായിരുന്നു ആ ഇത് വരുന്നത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ ആ വാല്യൂ ആയി 112 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻറ്റും കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും കറസ്പോണ്ടിങ് അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യാം. സോ ഇതാണ് 3 അഡ്രസ് കോഡ് ഫോർ എ ഫോർ ലൂപ്പ്.